ഞാനിപ്പോൾ ഉള്ളത് ആരൂ വാലി, പഹൽഗാമിലെ ഒരു ഫേമസ് പ്ലേസ് ആണ് ആരൂ വാലി. അവിടെ 3 വാലിയുണ്ട്, ABC എന്നുള്ള ആരൂ, ബേത്ത, ചന്ദൻ. അതിലത്തെ ആരൂ വാലിയാണിത്. നല്ല അടിപൊളി ലൊക്കേഷൻ ആണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ, നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഇത് പെഹൽഗാമിലുള്ള ടാക്സി സ്റ്റാൻഡിലുള്ള ടാക്സികളുടെ റേറ്റാണ്. പേരും വണ്ടീൻ്റെ പേരും അതിൻ്റെ പ്രൈസും കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അവിടുന്ന് പിന്നെ വണ്ടി വിളിക്കാം. അപ്പോൾ അതിൽ കള്ളത്തറോ കാര്യങ്ങളൊന്നുമില്ല. ടാക്സിക്ക് ആ ഒരു ഫിക്സഡ് പ്രൈസ് തന്നെ കൊടുക്കണം. പിന്നെ എക്സ്ട്രാ വരുന്ന ആ ടൈമിനുള്ള റേറ്റാണ് ഈ കാണിക്കുന്നത് ഇവിടെ. ഇനി ഞാനിവിടുത്തെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. 7 സീറ്റുള്ള വണ്ടിയാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ ചെറിയ കാറും ഉണ്ട്. അപ്പോൾ ആരൂ വാലിയിലേക്കാണ് പോകുന്നത്. ABC എന്ന് പറഞ്ഞ 3 വാലികളാണ് ഈ പെഹൽഗാമിലുള്ളത്. പെഹൽഗാമിൽ പിന്നെ കാണാനുള്ളത് മിനി സ്വിറ്റ്സർലാൻഡാണ്. മിനി സ്വിറ്റ്സർലാൻഡ് പിന്നെ ശേഷം പിന്നെ ഈ 3 വാലികളുണ്ട്, ആരൂ, ബേത്ത, ചന്ദൻ. ഈ 3 വാലികൾക്കും എന്തായാലും ടാക്സി എടുത്തിട്ട് വേണം പോകണം. കാരണം നമ്മുടെ ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലേക്ക് വന്ന ടൂറിസ്റ്റ് ബസ്സോ ടാക്സി വെച്ച ആ വണ്ടികൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. അപ്പോൾ അത് നമ്മൾ ഈ ലോക്കൽ ആളുകൾക്കുള്ള വരുമാന മാർഗം എന്നുള്ളവർക്ക് കാശ്മീർ ഗവൺമെൻറ് ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ആരൂ വാലിയും ബേത്ത വാലിയും ചന്ദന വാലിയും ഈ വാലിക്ക് പോകുന്ന സ്ഥലത്തുള്ള കാഴ്ചകളാണ് അതിഗംഭീരമുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലീഡർ നദിയാണ്. പെഹൽഗാമിലെ നദീൻ്റെ പേരാണ് ലീഡർ നദി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു പിന്നെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പെഹൽഗാം സിറ്റിയിൽ നിന്ന് നമ്മുടെ ശ്രീനഗറിൽ നിന്ന് വന്നിട്ട് വണ്ടി ഇറങ്ങുന്ന ആ ഒരു ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ആരൂ വാലിക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 13 കിലോമീറ്റർ ഈ 3 സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആരൂ, ബേത്ത, ചന്ദൻ. ഇത് ആരൂ വാലി ആദ്യം കാണാം, അല്ലെങ്കിൽ ചന്ദൻ വാലി ആദ്യം കാണാം. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് ബേത്ത വാലി ഉള്ളത്. ഒന്നുകിൽ ലാസ്റ്റ് ആരൂ വാലി കാണാം, അല്ലെങ്കിൽ ലാസ്റ്റ് ചന്ദന വാലി കാണാം. ബേത്ത വാലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണുള്ളത്. അപ്പോൾ ഇതിലെ പോകുന്ന സമയത്തോടെ ചെക്ക് പോയിന്റ് ഉണ്ട്. ആ ചെക്ക് പോയിന്റിൽ ഒരാൾക്ക് 25 രൂപ വെച്ചിട്ട് ഇവർ പറയും. പക്ഷേ നമ്മൾ മൊത്തം ഒരു വണ്ടിക്ക് ഒരു 50 രൂപ എന്നുള്ള കൊടുത്താൽ മതി. അത് ഇവിടുത്തെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീസ് ഉണ്ട്. അവിടെ പറ്റിക്കൽ കേസുകളൊക്കെ ഉണ്ട്, വലിയ സംഖ്യയൊക്കെ അവർ പറയും. പക്ഷേ 25 രൂപയാണ് ശരിക്കും പെർ ഹെഡ് ചാർജ്. 50 രൂപ കൊടുത്താൽ ഒരു വണ്ടീനെ തന്നെ കംപ്ലീറ്റ് അവർ കടത്തി വിടാറുണ്ട്. ഈ ആരൂ വാലിനെ ആദവ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മളെ പഹൽഗാം നിൽക്കുന്ന ജില്ലൻ്റെ പേരാണ് അനന്തനാഗ് ജില്ല. അതിലത്തെ ഒരു ഗ്രാമമാണ് ഈ ആരൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അനന്തനാഗിൽ നിന്ന് ഏകദേശം 53 കിലോമീറ്ററിൽ അകലെയാണ് ഈ ആരൂ വാലി സ്ഥിതി ചെയ്യുന്നത്. അനന്തനാഗ് ജില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രശ്നബാധിത പ്രദേശമാണ്. മനോഹരമായ പുൽമേടുകൾ, പിന്നെ തടാകങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയ്ക്ക് പേരുകെട്ട കൊളഹേ ഹിമാനികൾ, പിന്നെ തർസാർ തടാകം, മാർസർ ഹെർബാഗൻ തടാകം, ഇതിൽക്കൊക്കെയുള്ള ട്രക്കിങ്ങിനുള്ളൊരു ബേസ് ക്യാമ്പാണ് ഈ ആരൂ വാലീൻ്റെ ലാസ്റ്റ് പോയിന്റിൽ. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടല്ലോ മലൻ്റെ മുകളിൽ നിന്ന്. ലീഡർ നദിയാണ് ഇവിടെ ഉള്ളത്. ആ ലീഡർ നദിയുടെ കൈവഴിയായിട്ടുള്ള ഒന്നുണ്ട് ആരൂ, അതിൻ്റെ പേര് ആരൂ നദി എന്നാണ്. അങ്ങനെയും കൂടിയാണ് ഇതിന് പേര് വന്നിട്ടുള്ളത്, ആരൂ എന്നുള്ളത്.
ജമ്മു കാശ്മീരിൽ തന്നെ ഏറ്റവും വലിയ കാലിത്തീറ്റ വിത്ത് ഉൽപാദന കേന്ദ്രം ഈ ആരു ഗ്രാമത്തിലാണുള്ളത്. ഈ ആരു താഴ്വരയ്ക്ക് ചുറ്റും ഏകദേശം ഒരു 20ഓളം ആൽപൈൻ തടാകങ്ങളുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. അത് ആരു വാലിൻ്റെ ആ ബേസ് പോയിന്റിൽ നിന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ വേറെ പോകണം അങ്ങോട്ടേക്ക്. ഇവിടുത്തെ ശൈത്യകാലത്ത് പിന്നെ ഭയങ്കര കനത്ത മഞ്ഞുവീഴ്ചയാണ് ഈ ആരു വാലിയിൽ ഉണ്ടാകാറുള്ളത്. കാരണം അത് പെഹൽഗാമിൽ നിന്ന് പിന്നെയും ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഠിന പിന്നെ മഞ്ഞുവീഴ്ചയുള്ള സമയമാണ് ഈ ഇവിടെ ശൈത്യകാലത്ത്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെയാണ് ഈ ചെറിയ ചെറിയ വീടുകളുണ്ടല്ലോ, അങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് മേഞ്ഞിട്ടുള്ള ഇതാണ് ഇവിടെ ഉള്ളത്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ അതികഠിനമായ തണുപ്പ് സമയമാകുമ്പോൾ ഇവിടുന്ന് ഒരു മാറിപ്പോയി താമസിക്കും. അതുവരെ പിന്നെ ഐസില്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവിടുത്തെ ആടിനെ മേക്കൽ, കുതിരനെ മേക്കൽ, കുതിരനെ ഇവിടുത്തെ കോവർ കഴുതിനൊക്കെ വളർത്തലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഇവിടുത്തെ വാസികളുടെ താമസ സൗകര്യങ്ങളാണ് അങ്ങ് ദൂരെ കാണുന്നതൊക്കെ. ഇതാണ് ഈ കാണുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ മരത്തിൻ്റെ മുകളിലൊന്നും ഇലയില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇല അങ്ങോട്ട് ആയി വരും ഇവിടേക്ക്. ഇവിടെയൊക്കെ ആൾക്കാരാണ്. അധികം സ്ഥലങ്ങളിൽ താമസിക്കുന്നില്ല. കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇവിടെ താമസക്കാർ ഉള്ളത് ഈ ഒരു ഭാഗത്ത്. ആരുവാലി നിൽക്കുന്ന ഭാഗം കുറച്ച് ഉയരത്തിലാണ്. അവിടുന്ന് ഒഴുകി വരുന്ന നല്ല വെള്ളമാണിത്. വണ്ടികളുടെ തിരക്കുണ്ടില്ലേ. റോഡൊക്കെ കുറച്ച് വളരെ മോശമാണ്. ചെറിയൊരു ഇരുമ്പിൻ്റെ പാലമൊക്കെ ഉണ്ട്. എപ്പോഴാണ് പൊട്ടിച്ചാടുകയെന്നറിയില്ല. ആ മോഡലുള്ളൊരു ടൈപ്പുള്ളതാണ് ഇതങ്ങനെ. ഇവിടെയും കുറേ ടൂറിസ്റ്റേഴ്സുകൾ വന്നിട്ട് നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പരിസരത്ത് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടല്ലേ. ഇതിൻ്റെ പോകുന്ന വഴികളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് പെഹൽഗാമിൽ നിന്ന് പുറപ്പെട്ട് ആരുവാലി എത്തുന്നവരെയുള്ള റോട്ടിലെ ഭംഗി അടിപൊളിയാണ്. അല്ലാണ്ട് ഒരു എൻഡ് പോയിന്റിലുള്ള സ്ഥലം മാത്രമല്ല, ഈ വഴികൾ മൊത്തം നല്ല സൂപ്പർ ലൊക്കേഷനുകളാണ്. ഈ ആരുവാലിക്ക് പോകുന്ന സമയത്ത് തന്നെ ഓരോ സീസണിലും ഓരോ കാഴ്ചയാണ്. ഐ സീസണിൽ വേറെ കാഴ്ചയാണ്, ആപ്പിൾ സീസണിൽ വേറെ കാഴ്ചയാണ്. ആപ്പിളും ഐസും ഇല്ലാത്തൊരു ഗ്യാപ്പുണ്ട്. ആ ഒരു സമയത്ത് വേറൊരു കാഴ്ചയാണുള്ളത്. ഇപ്പം ഞാൻ ആരുവാലിൽ എത്തിക്കുന്നത് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഒരുപാട് വാഹനങ്ങളുണ്ട്. ആപ്പിൾ സീസണിൽ ഇവിടെ വലിയ തിരക്കുണ്ടാവില്ല. ആപ്പിൾ സീസൺ അല്ലാത്ത ഏകദേശം ഐസ് സീസണിൻ്റെ എൻഡിനോട് ബന്ധപ്പെട്ടുള്ള സീസണിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. ഇത് അതിൻ്റെ വേറൊരു ഭാഗമാണ്. തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പാർക്കിംഗ് കൂടി ഉണ്ട്, ചെറിയൊരു പാർക്കിങ്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ട് നമുക്ക് പോവാം. ആരുവാലിയിലെ കാഴ്ചകൾ ടൂറിസ്റ്റേഴ്സൊക്കെ പോകുന്ന വഴി. അത് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി വരികയാണ്. ഞാനിപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങ് ദൂരെ കണ്ടില്ല ഒരു പച്ച കെട്ടിടം, അതൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കെട്ടിടമാണ്. മനോഹരമായ പുൽമേടുകൾക്ക് പേരിട്ടതാണ് ഈ ആരു താഴ്വര. ഞാനിപ്പോൾ ഉള്ളത് ആരു വാലി, പെഹൽഗാമിലെ ഒരു ഫേമസ് പ്ലേസ് ആണ് ആരു വാലി. അവിടെ 3 വാലിയുണ്ട്, ABC എന്നുള്ള ആരു, ബേത്ത, ചന്ദൻ. അതിലത്തെ ആരു വാലിയാണിത്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം.
ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ കുറച്ച് ഐസുണ്ട്. മാർച്ച്, ജനുവരി, ഫെബ്രുവരി ഒക്കെ ഭയങ്കര ഐസായിരിക്കും ഈ ഒരു ഭാഗത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പിന്നെ മനോഹരമായ പുൽമേടുകൾക്ക് പേരുകേട്ടതാണ് ഈ ആരൂത്തായ്വര. അതുപോലെ പ്രകൃതിദത്തമായ പരിസ്ഥിതിയും പിന്നെ പ്രകൃതി ദൃശ്യങ്ങളും കാരണം വിനോദസഞ്ചാരികൾ ഇവിടെ കൂടുതൽ വരുന്നത് ഇങ്ങോട്ടേക്ക്. ഈ തായ്വരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കൊളോഹയാണ് ആ കാണുന്നത്. അത് 5425 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഞാൻ നേരത്തെ പറഞ്ഞ തടാകങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാനുള്ളൊരു ലാസ്റ്റ് ബേസ് പോയിൻ്റാണ്. ഇവിടുന്നാണ് പിന്നെ അങ്ങോട്ടേക്കൊക്കെ പോവുക. ഇവിടെ ഒരു ടിക്കറ്റ് ചാർജ് ഉണ്ട്, ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള. ആ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. 30 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കാണാം. ഞാനിവിടെ ഒരു തവണ വന്ന സമയത്ത് ഇവിടുത്തെ കാശ്മീർ മന്ത്രി ഉണ്ടായി. ഇത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനൊപ്പം ഞാനൊരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്താണ് ഈ കാണുന്നത്. ഇവിടെ പിന്നെ ആരോ വാലി എന്നുള്ളൊരു ബോർഡുണ്ട്, അതിൻ്റെ താഴെ നിന്നിട്ട് ഫോട്ടോ വീഡിയോ എടുക്കലുണ്ട്. ഇതവിടെ കുട്ടികൾ പിന്നെ സ്കൂൾ ടൂർ വന്ന സമയത്തെടുത്തുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളാണിത്. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, മഴ ചാറിക്കുന്നുണ്ട്. അപ്പം ഇനി മഴ ചാറിയാലും ആകെപ്പാടെ ഒരു ചളിപിളി ആയിരിക്കും. മഴ ചാറുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഐ സീസൺ തീരാൻ പോവുകയാണ്. ഐ സീസൺ തീരുന്നതിനോട് ബന്ധപ്പെട്ടിട്ടാണ് മഴകൾ ഉണ്ടാകുക. ഇവിടെ വന്ന ഒരു അരമണിക്കൂറുള്ള ആകെ കാണാനുള്ളൊരു സ്ഥലങ്ങളും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, ടാക്സി സ്റ്റാൻഡിൽ. തിരിച്ച് നമ്മൾ ഇനി പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡ്. അങ്ങ് ഒരു ലോങ് കാഴ്ചയാണ്, ഒരുപാട് വാഹനങ്ങളുണ്ട്. ഈ അരുവാലി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ അവിടെ നിന്നിട്ട് ബേസ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കുറച്ചധികം സമയം വേണം നമുക്ക്. ഒരു ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അപ്പം നമ്മൾ പോവുകയാണ്. വഴിയിൽ കുറേ വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് പഹൽഗാം സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങ് ദൂരെ കണ്ടില്ലേ ഐസുമലകളൊക്കെ. ഈ ആരൂ വാലിൻ്റെ എൻഡിനോട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് താമസ സൗകര്യക്കാരൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ ഇതുപോലെ ചെറിയ റിസോർട്ടും ഉണ്ട്, അതുപോലെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നേരത്തെ ഒരു ദിവസം വന്നിട്ട് രാവിലെ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള ആ തടാകങ്ങളൊക്കെ കാണാൻ പോകണമെങ്കിൽ പോവാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് കാണുക, പോകുക, അത്രേ ഉള്ളൂ. ഇവിടെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതിന് ചെറിയ എൻട്രൻസ് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ. പാർക്കിനോട് യാതൊരു ക്ഷാമമില്ല, ഇഷ്ടംപോലെ പാർക്കുണ്ട്. ഫാമിലികളൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരമൊക്കെ കയറും. ഇതതിൻ്റെ ഒരു എൻട്രൻസാണ് അതിൻ്റെ അകത്തേക്കുള്ള. ഇപ്പോൾ നമ്മൾ പഹൽഗാം സിറ്റിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രീനഗറിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് നിർത്താൻ പറ്റുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ വേറെ വണ്ടി എടുക്കണം. ഈ ഒരു ഭാഗത്താണ് ടാക്സി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഷോപ്പുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, താമസ സൗകര്യം ഒക്കെ ഈ ഒരു പരിസരത്താണ് ഉള്ളത്. ഇതാണ് മെയിൻ പഹൽഗാം സിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഇനി അതുപോലെ ഇവിടെ കുതിരസവാരി പോകുന്നൊരു ഭാഗമുണ്ട്. അതായത് ആ ഒരു ഭാഗത്തു നിന്നാണ് കുതിരകൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് കുതിര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോവർ കൈത, അതങ്ങോട്ട് വന്നു വെച്ചാൽ മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ് ആ ഒരു പോക്ക് പോകുന്നത്. ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടുന്നാണ് അങ്ങനെ കയറ്റം കയറിയിട്ടാണ് മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുക. മിനി സ്വിറ്റ്സർലാൻഡിൻ്റെ എപ്പിസോഡ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ സൗകര്യം പോലെ അങ്ങനെ കാണുക. ലീഡർ നദിയാണ് ഈ റൈറ്റ്സ് ഭാഗത്ത് കൂടി ഇങ്ങനെ പോകുന്നത്. പഹൽഗാമിൽ നേരത്തെ രാവിലെ എത്തിയിട്ടുണ്ടെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡ് കാണാം, പിന്നെ ഈ 3 വാലികൾ കാണാം. ഇതാണ് ലീഡർ നദി. ഈ ലീഡർ നദീൻ്റെ കരയിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അപ്പോൾ പഹൽഗാമിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എത്തുക. നല്ല ആപ്പിൾ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പഹൽഗാമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.